Question number 11. Let the foci of the hyperbola coincide with the foci of the ellipse x square by 36 plus y square by 16 is equal to 1. If the eccentricity of the hyperbola is 5, then the length of its latus rectum is. അപ്പോൾ ഇത് കോണിക് സെക്ഷൻസിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ ഒരു എലിപ്സ് തന്നിട്ടുണ്ട്, ശരിയല്ലേ? എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഈ എലിപ്സിന്റെ ഫോക്കസുകൾ ഹൈപ്പർബോളയുടെ ഫോക്കസുകളുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ എലിപ്സിന്റെ ഫോക്കസുകൾ കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും ഹൈപ്പർബോളയുടെ ഫോക്കസുകൾ. മാത്രമല്ല ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി 5 എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പർബോളയുടെ ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയാണല്ലോ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു, ആദ്യം ഞാൻ എലിപ്സ് ഇങ്ങോട്ട് എടുക്കുന്നു, അല്ലെ? എലിപ്സിന്റെ കാര്യം ആദ്യം കൺസിഡർ ചെയ്യാം. തന്നിരിക്കുന്ന എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എ സ്ക്വയർ 36ഉം ബി സ്ക്വയർ 16ഉമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് സി സ്ക്വയർ കണ്ടുപിടിക്കാം. സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫോസൈ എന്താ കിട്ടുക? പ്ലസ് ഓർ മൈനസ് സി കോമ 0, അതായത് പ്ലസ് ഓർ മൈനസ് √20,0 എന്നല്ലേ വരിക, അല്ലെ? അപ്പോൾ എലിപ്സിന്റെ ഫോക്കസുകൾ പ്ലസ് ഓർ മൈനസ് √20,0 എന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം ഇതേ പോയിന്റുകൾ തന്നെയാണ് ഹൈപ്പർബോളയുടെയും ഫോക്കസുകളായിട്ട് വരുന്നത്, അല്ലെ? അപ്പൊ നമുക്കിനി ഹൈപ്പർബോളയുടെ കാര്യം എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഹൈപ്പർബോളയുടെ കാര്യമാണ് അടുത്തതായിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം ഫോക്കസുകൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? എലിപ്സിന്റെ ഫോക്കസുകൾ തന്നെ, അതായത് പ്ലസ് ഓർ മൈനസ് √20,0, ശരിയല്ലേ മക്കളെ? പക്ഷെ ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി കോമ 0 അല്ലേ? അപ്പൊ ഹൈപ്പർബോളയുടെ സി എന്ന് പറയുന്നത് എന്ത് തന്നെയാ? √20 തന്നെയാ, ശരിയല്ലേ മക്കളെ? ഉറപ്പാണ്, അല്ലെ? ഇനി മാത്രമല്ല ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി 5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പർബോളയുടെ ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്താ. നമുക്കറിയാം ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 2b²/a. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എയും ബിയും ഒക്കെയാണ് കിട്ടേണ്ടത്. എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ സിയും ഇയുമാണ് ഉള്ളത്, ശരിയാണല്ലോ? പക്ഷെ നമുക്കറിയാം സി എന്ന് പറയുന്നത് ശരിക്കും എ ഇൻറ്റു ഇ അല്ലേ? സി എന്ന് പറയുന്നത് എ ഇൻറ്റു ഇ ആണ്, അല്ലെ? അതായത് √20 = a × 5. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എ കിട്ടുമല്ലോ. സോ a = √20 / 5 എന്ന് കിട്ടും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ എയുടെ വാല്യൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലെ? ഇനി എനിക്ക് ബിയും കൂടെ വേണം, അല്ലെ? എങ്ങനെയാ ബി കണ്ടുപിടിക്കാൻ പറ്റുക? ദാ നമുക്ക് ഈ ഫോർമുല ഉണ്ടല്ലോ, b² = a² × e² - 1, അല്ലെ? അതല്ലെങ്കിൽ c² = a² + b² എന്ന ഫോർമുല യൂസ് ചെയ്താലും മതി ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞാനിവിടെ b² = a² × e² - 1 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്നു, which is equal to a². a എന്ന് പറയുന്നത് √20 / 5. അപ്പൊ a² എന്ന് പറഞ്ഞാലോ 20 / 25 എന്ന് കിട്ടത്തില്ലേ? ഇൻറ്റു e² - 1. e² e എന്ന് പറയുന്നത് 5 ആണ്, e² 25 കിട്ടും, 25 - 1, അതായത് 20 / 25 × 24 എന്ന് കിട്ടും, ശരിയല്ലേ? അതായത് 4/5 × 24, അല്ലെ? 96/5 എന്നാ കിട്ടുന്നത്. അപ്പൊ b² കിട്ടി, a ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാം. 2b²/a, ശരിയാണല്ലോ? അതായത് 2 × b² എന്ന് പറഞ്ഞാൽ 96/5 ആണ്, ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാലോ √20 / 5 ആണ്. അപ്പൊ ഈ സെയിം ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയാൽ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 2 × 96 / √20 നമുക്ക് 2√5 എന്ന് എഴുതാമല്ലോ. 2 ക്യാൻസൽ ചെയ്താൽ 96 / √5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ കാണുന്നത്.